വിസ്മയം തീർന്നുകൊണ്ട് കടന്നു വരികയാണവൻ. ഒരു കാലത്തിന്റെ ആവേശമായി തലമൂർ നാട്ടിൽ ചരിത്രം കുറിച്ചു നടന്നവൻ. അക്ഷരനഗരിയുടെ ഹൃദയം കീഴടക്കി നിന്ന നാളുകളിൽ ആവേശത്തിന്റെ പ്രതിരൂപമായി ആരാധകർ ഏറ്റെടുത്തവൻ. ആവേശ സൂര്യന്മാരെ കണ്ടും കേട്ടും ശീലിച്ച തെക്കൻ മലയാളത്തിലേക്ക് പുത്തൻകുളത്തിന്റെ തിലകക്കുറിയായി കടന്നു വരുന്നു സാരഥി പൗലോസിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. കൈയിറക്കവും കൊമ്പഴകും കൊണ്ട് വേറിട്ടു നിൽക്കുന്ന സൗന്ദര്യ രൂപം, മുഖശ്രീ കൊണ്ട് മാറ്റുരയ്ക്കാൻ വടക്കു കടന്നു വന്നവർ പോലും ഭയക്കുന്ന വിശ്വരൂപം, നാഗമാണിക്യം, പുത്തൻകുളം കാവേരി കേശവനും സാരഥിമാർഗം പനയന്നാർക്കാവിലെ പൂരമഹിമയിലേക്ക് സ്വാഗതം. പുതുമകൾ തനിക്ക് ശീലമാകുമ്പോഴും പുതിയ ആവേശങ്ങൾക്ക് നായകനാകുമ്പോഴും ആവേശം വിതറുന്ന ആനയടിക്കാരൻ, നാട്ടാന മലയാളത്തിന്റെ കേമത്വം ആർക്കുമുകളിലും അടിയറവ് വയ്ക്കാത്ത അഴകിന്റെ ആനയടിക്കാരൻ. ഇതാ ഈ വർഷത്തെ പനയന്നാർക്കാവ് പൂരത്തിന് ആവേശം പകർന്നുകൊണ്ട് വന്ന പിള്ളേരും സമർപ്പിക്കുന്ന വീരനായകൻ. വേറിട്ട ശൈലിയിലെ അഭിവാദന രീതി കൊണ്ട് ആഘോഷപ്രേമികളെ കയ്യിലെടുത്തവൻ. ഉത്സവ മലയാള അവതാര പിറവി ഗജകേസരി കീഴൂപ്പൻ വഹിച്ചുകൊണ്ട് ഈ മണ്ണരികളിൽ ഈ വരികയാണ് പുത്തൻകുളത്തു നിന്നും മറ്റൊരു ഗജരാജൻ. വ്യത്യസ്തതയുടെ പര്യായങ്ങളും വാരി ചൂടിയ മാതംഗ മാണിക്യം, പുത്തൻകുളങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന കൊല്ലം മണ്ണിന്റെ കൊടുമുടി. ഇനി വരും കാലത്തിന്റെ അവതാര പിറവിയായി ആനക്കേരളം അടക്കി ഭരിക്കേണ്ടുന്ന വീര കൊടുമുടി, ഷൺമുഖപ്രിയ യുവരാജ കൊടുമുടി, പുത്തൻകുളം അനന്തപത്മനാഭൻ. ഒരുങ്ങുകയാണവൻ. വസന്തങ്ങൾ മണ്ണിലാഘോഷം നടക്കുന്ന മഹോത്സവസുദിനം വന്നെത്തുമ്പോൾ ഇതാ ആത്മസ്വരൂപണയായും വേദാളവാഹിനിയായും പതിനെന്നാർക്കാവിൽ വാഴുന്ന പൊൻപരാട്ടിയുടെ തിരുവെഴുന്നേൽപ്പിന് നേരമായി. അതെ, ഈ ഹൃദയങ്ങൾക്ക് ചങ്ങല കിഴുക്കണമെന്ന അലങ്കാരം പൊൻപരാട്ടിയുടെ പൊന്മകവിത പൂർണ്ണം നയിക്കുവാൻ വരികയായി. ഹൃദയാരവങ്ങളെ നെറ്റിലേറ്റിക്കൊണ്ട് കടന്നു വരികയായി. ചക്രവ്യൂഹങ്ങൾ ഭേദിച്ച ഇന്ദ്രവാദി ഇതിഹാസ മഹാകവിയുടെ നാമധാരി അഞ്ച് നാളികേരത്തിൽ പുറത്തി പോരാട്ടകരയ്ക്ക് കാണിച്ചു കൊടുത്തവൻ. അങ്ങനെ നിങ്ങൾ വടക്കുകിഴക്കൻ പനയന്നാർക്കാവിലെ വിശ്വവീര ചക്രവർത്തി പനയന്നാർക്കാവ് കാളിദാസൻ.